So in this session we are going to discuss couplings and related problems. So first coupling എന്താണ്? Coupling is a device to connect two shaft. രണ്ട് ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടി എന്തിനു വേണ്ടി പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. കപ്ലിംഗ് എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് റിജിഡ് കപ്ലിംഗ്, സെക്കൻഡ് വൺ ഈസ് ഫ്ലെക്സിബിൾ കപ്ലിംഗ്. ഇപ്പോൾ കപ്ലിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. രണ്ട് ഷാഫ്റ്റ് ഉണ്ട്. ആ രണ്ട് ഷാഫ്റ്റിനെ ഞാനാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഒരു ഷാഫ്റ്റിൽ നിന്ന് വേറൊരു ഷാഫ്റ്റിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ രണ്ട് ഷാഫ്റ്റ് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? എങ്ങനെ കണക്ട് ചെയ്യുന്നത്? കപ്ലിങ്സ് യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ. കപ്ലിങ്സ് എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെന്താ റിജിഡും ഉണ്ട്, ഫ്ലെക്സിബിളും ഉണ്ട്. റിജിഡ് ടൈപ്പ് കപ്ലിങ്സ് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഉണ്ട്, സെക്കൻഡ് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഉണ്ട്, തേർഡ് വൺ മറൈൻ ഓർ സോളിഡ് ഫ്ലെയിങ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ പ്രൊട്ടക്റ്റഡ്, അൺപ്രൊട്ടക്റ്റഡ്, മറൈൻ ഓർ സോളിഡ് ഫ്ലെയിങ് ടൈപ്പ്. അത് റിജിഡ് കപ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിജിഡ് ആണ്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റീവ് മൂവ്മെൻ്റ് ഒന്നും പറ്റത്തില്ല. ശരിക്കും രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ഇതുണ്ട് റിജിഡ് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു ഷാഫ്റ്റാണ്. ഓക്കെ, ഇതൊരു ഷാഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഫ്ലേഞ്ച് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു ഫ്ലേഞ്ച് കണക്ട് ചെയ്ത് ഇത് ഈ ഷാഫ്റ്റോട് കണക്ട് ചെയ്യുക. ഇവിടെ ഒരു ഫ്ലേഞ്ച് ഉണ്ട്, ഷാഫ്റ്റ് ഉണ്ട്. എന്നിട്ട് ഈ രണ്ട് ഫ്ലേഞ്ചായിട്ട് ഞാൻ എന്തെടുക്കും? ബോൾട്ട് ഇട്ടിട്ട്, നട്ട് ബോൾട്ട് ഇട്ടിട്ട് ഞാൻ അങ്ങ് ടൈറ്റ് ചെയ്യുന്നു. കണ്ടോ, ഇങ്ങനെ അങ്ങ് ടൈറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തെടുക്കും? ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേന് ഈ ഫ്ലേഞ്ച് ഇതിലോട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എന്തെടുക്കും? ഈ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ കപ്ലിങ്ങിനകത്ത് ഉള്ളതാണ് യൂണിവേഴ്സൽ കപ്ലിങ്, അല്ലെങ്കിൽ ഓൾഡ് ഹാങ് കപ്ലിംഗ് ഒക്കെ. പിന്നെ ബുഷ് അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞെന്നുള്ളൂ. ഈ ഹുക്സ് കപ്ലിങ്സ് ഒക്കെ നിങ്ങൾ വരച്ചില്ലായിരുന്നോ ഓട്ടോകാഡിനകത്ത്? യൂണിവേഴ്സൽ കപ്ലിംഗ് നിങ്ങളുടെ ഓട്ടോകാഡിനകത്ത് ഫസ്റ്റ് ഡ്രോയിങ് അല്ലായിരുന്നു അത്? ഓർമ്മയുണ്ടോ? ഓട്ടോകാഡിനകത്ത് നമ്മൾ 3D വ്യൂ ഒക്കെ വരച്ചില്ലേ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതോ പോയോ? ഓക്കെ. അപ്പോൾ ഫ്ലാഞ്ച് കപ്ലിംഗ് എന്ന് പറയുന്ന റിജിഡ് കപ്ലിങ്ങിനകത്ത് ഉള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഫ്ലാഞ്ച് കപ്ലിങ്. ഫ്ലാഞ്ച് കപ്ലിംഗ് എന്ന് വെച്ചാൽ റിജിഡ് കപ്ലിംഗ് ആണ്. അത് ഹെവി ട്രാൻസ്മിറ്റ് ആണ്, അത് ടോർക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ നമുക്ക് പഠിക്കാനില്ല. നമുക്ക് എന്തിലോട്ട് പോകാം? പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പോൾ കപ്ലിങ്സ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് കപ്ലിങ്സ് യൂസ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പഠിക്കേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ബുക്ക് എടുത്തേ. ഡേറ്റ ബുക്കിൽ പേജ് നമ്പർ 251 എടുത്തേ. പേജ് നമ്പർ 251 എടുത്തേ. ഡേറ്റ ബുക്കിൽ പേജ് നമ്പർ 251 എടുത്ത് 251 എടുത്തോ. ഡേറ്റ ബുക്കിൽ പേജ് നമ്പർ 251 എടുത്തോ. അതിനകത്ത് എന്തുവാ കിടക്കുന്നത്? കപ്ലിങ്സ്, ക്ലച്ചസ് ആൻഡ് ബ്രേക്ക് ഇല്ലേ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റിലൊരു ഫിഗർ ഉണ്ടോ? 13.1 എന്നൊരു ഫിഗർ ഉണ്ടോ? 13.1 എന്ന് പറഞ്ഞ ഫിഗർ ഉണ്ടോ? ആ ഫിഗറിനകത്ത് കൊടുത്തേക്കുന്നത് ആ ഫിഗറും 13.2 രണ്ട് ഫിഗർ ഉണ്ടല്ലോ, എ ഉണ്ട്, ബി ഉണ്ട്. 13.1 എ ഉണ്ട്, 13.1 ബി ഉണ്ട്. ആ രണ്ട് ഫിഗർ തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പാണ്. എന്താണ് ഫസ്റ്റ് വൺ? എന്താണ്? അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പാണ്. അതായത് ഇവിടെയുള്ള നട്ട് ബോൾട്ട് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല, എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡേഞ്ചർ എന്താണ്? നമ്മളുടെ ബോഡി പാർട്സോ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് ഇതിനകത്തോട്ട് ട്രാപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പിനകത്ത്. സെക്കൻഡ് ഫിഗർ നോക്കി 13.1 നോക്കി. ആ നട്ട് ബോൾട്ട് എങ്ങനെയാണ് ഒരു കേസിങ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത്, ആ ഫിഗറിനകത്ത് നോക്കിയാൽ മതി. ആ നട്ട് ബോൾട്ട് എങ്ങനെ ഒരു കേസിങ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ നട്ട് ബോൾട്ടിന് നമുക്ക് പുറമേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. അതാണ് പ്രൊട്ടക്റ്റഡും അൺപ്രൊട്ടക്റ്റഡും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായോ? പ്രൊട്ടക്റ്റഡ് ഫ്ലാഞ്ച് കപ്ലിങ്ങും അൺപ്രൊട്ടക്റ്റഡ് ഫ്ലാഞ്ച് കപ്ലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ?
പ്രൊട്ടക്റ്റഡ് ഫ്ലേഞ്ച് കപ്ലിങ്ങും അൺപ്രൊട്ടക്റ്റഡ് ഫ്ലേഞ്ച് കപ്ലിംഗ് എന്നുള്ള ഡിഫറൻസ്. പ്രൊട്ടക്റ്റഡ് ഫ്ലേഞ്ച് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ നട്ട് ബോൾട്ട് എക്സ്പോസ്ഡ് ആയിരിക്കത്തില്ല, നമുക്ക് അതുകൊണ്ട് സേഫ്റ്റി ആയിരിക്കും. പക്ഷേ അൺപ്രൊട്ടക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേന് ഉണ്ടോ ഈ നട്ട് ബോൾട്ട് എക്സ്പോസ്ഡ് ടു ഔട്ട്സൈഡാണ്. അപ്പോൾ നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവിടെ നമ്മളുടെ ബോഡി പാർട്സോ അല്ലെങ്കിൽ നമ്മുടെ കൈയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സറൗണ്ടിങ്ങിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഡേഞ്ചർ. അതുകൊണ്ട് നമ്മൾ പ്രൊട്ടക്റ്റഡിനകത്ത് ആ ഒരു ഭാഗം കൂടെ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നുണ്ട്. ഇതാണ് കവറിങ് കാണിച്ചിരിക്കുന്നത്. ഇത് ക്ലിയർ ആയോ? പ്രൊട്ടക്റ്റഡും അൺപ്രൊട്ടക്റ്റഡും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഓരോ പാർട്സ് പഠിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് ഇതിനകത്തൊരു ഷാഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ഷാഫ്റ്റ്. ഇത് ഒന്നാമത്തെ ഷാഫ്റ്റ് കണ്ടോ. നിങ്ങൾ ഡേറ്റാ ബുക്കിലെ ഫിഗറും കൂടെ നോക്കണം കേട്ടോ. അത് രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഇതാണ് ഒന്നാമത്തെ ഷാഫ്റ്റ്, ഇതാണ് രണ്ടാമത്തെ ഷാഫ്റ്റ്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് എന്തത് ഷാഫ്റ്റ്. ഓക്കെ, ഈ ഷാഫ്റ്റും ഡയമീറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഷാഫ്റ്റും ഡയമീറ്ററാണ് എന്തുവാ നിങ്ങൾ നോട്ടിനകത്ത് മാർക്ക് ചെയ്ത് വെക്കണേ. അതായത് പടം വരയ്ക്കണ്ട നോട്ടിനകത്ത്, പക്ഷേ D = ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് എന്ന് എഴുതി വെക്കണം കേട്ടോ. ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് എന്തുവാ? ക്യാപിറ്റൽ D. ഓക്കെ, പിന്നെ നോക്കി. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? എപ്പോഴെങ്കിലും വോയിസ് ബ്രേക്ക് ആവണമെങ്കിൽ ഒക്കെ പറയണം. ഏതാ വോയിസ് ബ്രേക്ക്? ഓക്കെ, ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? ക്യാപിറ്റൽ D. ഇനി നമ്മൾ ഈ ഫിഗർ നോക്കി, ഇതിനെ പറയുന്ന പേരാണ് ഫ്ലേഞ്ച് എന്ന് പറയുന്നത്. എന്താണ് ഇതിനെ പറയുന്ന പേരാണ് എന്താണ് ഇതിനെ പറയുന്ന പേര് എന്താണ് അതിനെ പറയുന്ന പേര്? ഫ്ലേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഡേറ്റാ ബുക്കിനകത്ത് ഫ്ലേഞ്ച് ഏതാന്ന് നോക്കുക, അതൊന്ന് നോക്കി വെക്കുക. ഇനി ഫ്ലേഞ്ചിൻ്റെ ഔട്ട്സൈഡ് പിന്നെ ഫ്ലേഞ്ച് ആണ് നിൽക്കട്ടെ. അതിനുശേഷം പറയുന്നുണ്ട് ഫ്ലേഞ്ചിനകത്ത് രണ്ട് ഫ്ലേഞ്ച് തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഹെക്സാഡൺ ബോൾട്ട്. പിന്നെ ഈ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് ഹബ്ബ്. പിന്നെ ലാസ്റ്റ് ഒരു പാർട്ട് കൂടെ ഉള്ളു ബാക്കി. എന്താണ് കീ എന്തിനാ ഉപയോഗിക്കുന്നത്? നിങ്ങൾ വരച്ചില്ലേ ഓട്ടോക്യാഡിനകത്തൊക്കെ? കീ വരച്ചില്ലായിരുന്നു മറ്റേ കപ്ലിങ്സിനകത്തൊക്കെ? കീ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇവിടെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ, കീ എന്തിനാ ഉപയോഗിക്കുന്നത്? ഷാഫ്റ്റ് കപ്ലിങ്സിനകത്ത് കീ എന്തിനാ ഉപയോഗിക്കുന്നത്? ഹലോ, ആ ഷാഫ്റ്റ് കപ്ലിങ്സിനകത്ത് കീയുടെ ഉപയോഗം എന്തുവാ? കീ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? എടാ, നീ എന്തിനാന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഷാഫ്റ്റിനെ അതെ ആ ഷാഫ്റ്റിനെയും ഫ്ലേഞ്ചിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഇതാണ്ട് ഇതൊരു ഷാഫ്റ്റാ. ഓക്കെ, ഇതൊരു ഷാഫ്റ്റാ. ഈ ഷാഫ്റ്റിനകത്ത് ഇതാണ് നമ്മുടെ ഫ്ലേഞ്ച്. ഓക്കെ, ഇവിടെ മൂന്നിടത്ത് നട്ട് ബോൾട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റും കീയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫ്ലെയിം തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ കീ വേസ് കാണും കണ്ടോ? ഇവിടെ കീ വേസ് കാണും. അതുപോലെ തന്നെ ഇവിടെയും കാണും കീ വേസ് കണ്ടോ? അപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഹോളും തമ്മിൽ മാച്ചാവും. ഈ ഹോളും തമ്മിൽ മാച്ചാവും. ആ മാച്ചിന് അതിനകത്തോട് നമ്മൾ എന്ത് കയറ്റി വെക്കും? കീ കയറ്റി വെക്കും. അങ്ങനെ കയറ്റി വെക്കുമ്പോൾ അത് ഷാഫ്റ്റും നമ്മുടെ ഫ്ലേഞ്ചും തമ്മിൽ എന്തുമാവും?
ടൈറ്റ് ആകത്തില്ലേ അല്ലേ? ഷാഫ്റ്റ് ഫ്ലെയിം തമ്മിൽ ടൈറ്റ് ആകത്തില്ലേ? നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇത്ര സിമ്പിളായ ടോപ്പിക്കാണ്, ഇത് മനസ്സിലാവാതെ ഇരിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ഇനി പറയാനുള്ളത് ഈ ഓരോ പാർട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ഡി എന്ന് വെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ ഡി എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ക്യാപിറ്റൽ ഡി, ഒരു മിനിറ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ക്യാപിറ്റൽ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ആണ് ക്യാപിറ്റൽ ഡി. അതുപോലെ 2-3 വേറെ പാരാമീറ്റേഴ്സ് ഉണ്ട്, നമ്മൾ അതൊന്ന് നോക്കാം. D1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ ഡയമീറ്റർ ആണ്? ഇത് നിങ്ങൾ കാണാൻ പഠിക്കേണ്ട കേട്ടോ, ഡേറ്റ ബുക്കിനകത്തുണ്ട്. നിങ്ങൾ ഡേറ്റ ബുക്കിനകത്ത് നോക്കി 251 ക്യാപിറ്റൽ ഡി എന്താ കൊടുത്തേക്കുന്നത്? ക്യാപിറ്റൽ ഡി എന്താ കൊടുത്തേക്കുന്നത്? D1 എന്താ കൊടുത്തേക്കുന്നത്? D1 എന്താ കൊടുത്തേക്കുന്നത്? D2 എന്തുകൊണ്ട്? D2 എന്തുവാ? അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, വേണ്ട. ബോൾട്ട് സർക്കിൾ ഡയമീറ്റർ. അടുത്ത D3 എന്തുവാ? ഔട്ട്സൈഡ് ഡയമീറ്റർ ഓർ ഫ്ലാഞ്ച്. ഓക്കെ, സ്മോൾ ഡി എന്തുവാ? സ്മോൾ ഡി എന്തുവാ? ഡയമീറ്റർ ഓഫ് ബോൾട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ എൽ എന്തുവാ നോക്കിയേ, ഈ ക്യാപിറ്റൽ എൽ എന്തുവാ? ലെങ്ത് ഓഫ് ഹബ് അല്ലേ? ആ ഫിഗർ അത് നോക്കിയേ, ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത് ഓഫ് ഹബ്ബാണ്. അപ്പം നമുക്കൊരു ഫ്ലേഞ്ച് കപ്ലിങ്സ് വരുമ്പോഴത്തേന് അതിനകത്തുള്ള ഡയമീറ്റർ എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഷാഫ്റ്റ് ഡയമീറ്റർ, D1 ബോൾട്ട്. അത് നിങ്ങൾക്ക് കാണാതെ പഠിക്കരുത് ഒരിക്കലും. ഡേറ്റാ ബുക്ക് എടുത്ത് നോക്കിയിട്ട് ഡേറ്റാ ബുക്കിനകത്ത് നോക്കുക. D1 എന്താ, D2 എന്താ, D3 എന്താണ്, സ്മോൾ ഡി എന്താണ്, ക്യാപിറ്റൽ എന്താ, എൽ എന്താണ്, ഇതെല്ലാം ഡേറ്റാ ബുക്കിനകത്ത് നോക്കുക. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം. ക്യാപിറ്റൽ എൽ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ ആ ഫിഗർ നോക്കി, ഇതെന്തുവാ? ഓക്കെ, അത്രയാണ് അതിൻ്റെ എന്തൊക്കെ ഡയമെൻഷൻസ് ആണ് അതിനകത്തുള്ളതെന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട. നിങ്ങൾ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി, ഓർത്തിരിക്കൊന്നും വേണ്ട. നോക്കി കഴിഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനി നമുക്ക് 3 കാര്യങ്ങളോട് പഠിക്കണം. ടി എന്ന് പറയുന്നത് എന്താണ്? എഴുതി വെച്ചോ, നോട്ട്ബുക്കിനകത്ത് എഴുതി വെച്ചോ. ടി എന്ന് വെച്ചാൽ എന്താണ്? ടി എന്താണ്? ടി എന്താണ്? ടോർക്ക് ട്രാൻസ്മിറ്റഡ്. ടോ എസ് എന്ന് പറയുന്നത്, ടോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ടോ എന്ന് പറയുമ്പോൾ ഷിയർ സ്ട്രെസ് ആണെന്ന് അറിയാം. എസ് എന്ന് പറയുമ്പം ഷാഫ്റ്റ് മെറ്റീരിയലിൻ്റെ ഷിയർ സ്ട്രെസ് ആണ്. എന്താ ടോ എസ് എന്താണ്? ടോ ഇസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഓഫ് ഷാഫ്റ്റ് മെറ്റീരിയൽ. ഷാഫ്റ്റ് എന്ത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ്, അതിൻ്റെ ഷിയർ സ്ട്രെസ് ആണ് ടോ എസ് എന്ന് പറയുന്നത്. പിന്നെ ടോ 1, ടോ ബി, ടോ സി. ടോ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ കീയുടെ ഓക്കെ, ടോ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ആണെന്നറിയാം. എന്തിൻ്റെ ഷിയർ സ്ട്രെസ് ആണ്? എന്തിൻ്റെ ഷിയർ സ്ട്രെസ് ആണ്? കീയുടെ. ടോ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷിയർ സ്ട്രെസ്. എന്തിൻ്റെ ഷിയർ സ്ട്രെസ്സാ?
അതുപോലെ ടോ സി ഷിയർ സ്ട്രെസ് ആണെന്നറിയാം, അത് എന്തിൻ്റെയാ? ഫ്ലേഞ്ച്. അപ്പോൾ നിങ്ങൾ എവിടെ കണ്ടാലും ഈ ഷാഫ്റ്റ് കപ്ലിങ്ങിനകത്ത് മേജറായിട്ട് വരുന്ന 4 ഷിയർ സ്ട്രെസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ടോ എസ്. എന്താ ടോ എസ്? എന്താണ്? ഷിയർ സ്ട്രെസ് ഓഫ് ഷാഫ്റ്റിംഗ് മെറ്റീരിയൽ. അടുത്ത ടോ 1 എന്തുവാ? ഇത് ഷാഫ്റ്റ്, ഇത് ഷാഫ്റ്റ്, ഇത് കീ. ടോ ബി എന്താണ്? ബോൾട്ട്. പിന്നെ ടോ സി എന്താണ്? ഫ്ലേഞ്ച്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ഈ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഇത്രയും കാര്യങ്ങൾ തരും. ഷാർട്ടിൻ്റെ ഷിയർ സ്ട്രെസ് തരും, കീയുടെ ഷിയർ സ്ട്രെസ് തരും, ബോൾട്ടിൻ്റെ തരും, ഫ്ലേഞ്ചിൻ്റെ. അപ്പോൾ നമ്മൾ അത് എടുത്ത് എഴുതുമ്പോൾ ഈ റൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ എടുത്തത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സിമ്പിളായിരിക്കും. അടുത്ത 2 കാര്യം കൊടുത്തേക്കുന്നത് സിഗ്മ ബി ഉണ്ട്. സിഗ്മ ബി ക്രഷിങ് സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസീവ് സ്ട്രെസ്സാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്രഷിങ് സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്രഷ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്? കൃഷി ചെയ്യാന്ന് വെച്ചാൽ എന്താ? കൃഷി ചെയ്യാന്ന് വെച്ചാൽ എന്താ? കൃഷി ചെയ്യാന്ന് വെച്ചാൽ എന്താ? കംപ്രസ് ചെയ്യുന്നല്ലേ? അപ്പോൾ ക്രഷിങ് സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കംപ്രസീവ് സ്ട്രെസ്. അപ്പോൾ ക്രഷിങ് സ്ട്രെസ് സിഗ്മ ബി എന്ന് പറയുമ്പോഴത്തേന് ക്രഷിങ് സ്ട്രെസ് ഓഫ് ബോൾട്ടും സിഗ്മ B1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രഷിങ് സ്ട്രെസ് ഓഫ് കീവാണ്. അപ്പോൾ ബോൾട്ടിൻ്റെ ക്രഷിങ് സ്ട്രെസ്സും ഉണ്ട്, കീയുടെ സ്ട്രെസ്സിങ് സ്ട്രെസ്സും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യമായിരിക്കും നമുക്ക് ഡേറ്റാ ബുക്കിൽ ക്വസ്റ്റ്യനകത്ത് തരുന്നത്. എന്തൊക്കെയായിരിക്കും തരുന്നത്? ടോ എത്ര എണ്ണം ഉണ്ട്? ടോ 4 എണ്ണം തരും. എന്തൊക്കെ തരും? ടോ എസ് എന്താണ്? ഷാഫ്റ്റിൻ്റെ. ടോ 1 എന്താണ്? കീയുടെ. ടോ ബി എന്താണ്? ബോൾട്ടിൻ്റെ. ടോ സി എന്താണ്? ഫ്ലേഞ്ചിൻ്റെ ആണല്ലോ. അതുപോലെ തന്നെ സിഗ്മ ബി എന്താണ്? ബോൾട്ടിൻ്റെ ക്രഷിങ് സ്ട്രെസ് അല്ലേ. പിന്നെ ടോ B1 എന്താണ്? കീയുടെ ക്രഷിങ് സ്ട്രെസ്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി സിമ്പിളായിട്ട് പ്രോബ്ലംസ് ചെയ്യാം. ഇത്രയും ക്ലിയർ ആയോ? ടോ എസ്, ടോ 1, ടോ ബി, ടോ സി, സിഗ്മ ബി, സിഗ്മ B1. ഇത്രയും ടേംസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കാം. ടോ എസ് എന്താണ്? ഷാഫ്റ്റിൻ്റെ ഷിയർ. ടോ 1 കീയുടെ ഷിയർ. ടോ ബി ബോൾട്ടിൻ്റെ ഷിയർ. ടോ സി ഫ്ലേഞ്ചിൻ്റെ ഷിയർ. സിഗ്മ ബി ബോൾട്ടിൻ്റെ ക്രഷിങ് സ്ട്രെസ് അല്ലേ. സിഗ്മ B1 കീയുടെ ക്രഷിങ് സ്ട്രെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടോ? ഷാഫ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഷാഫ്റ്റ് കപ്ലിങ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഷാഫ്റ്റ് കപ്ലിങ്സ് എത്ര ടൈപ്പ് ഉണ്ട്? റിജിഡ് ഉണ്ട്, ഫ്ലെക്സിബിൾ ഉണ്ട്, അതിനകത്ത് ഫ്ലേഞ്ച് കപ്ലിങ്സ്, പ്രൊട്ടക്റ്റഡ് കപ്ലിങ്സ് ഉണ്ട്, അൺപ്രൊട്ടക്റ്റഡ് കപ്ലിംഗ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഡയമെൻഷൻസ് പഠിച്ച് ക്യാപിറ്റൽ ഡി എന്താണ്? ക്യാപിറ്റൽ ഡി ഏതാ? വോയിസ് കട്ടാവുന്നുണ്ടോ? കട്ടാവുന്നുണ്ടോ വോയിസ്? ഇപ്പോഴോ? കട്ടാവുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇനി എല്ലാവരും ഡേറ്റാ ബുക്ക് നിർത്തേ. ഇനി നമുക്ക് ഡേറ്റാ ബുക്കിലെ കളിയാ. ഡേറ്റാ ബുക്ക് നിർത്തേ എല്ലാവരും. ഡേറ്റാ ബുക്ക് എടുത്തേ എല്ലാവരും. അപ്പോൾ നമ്മൾ സാധാരണ ഡിസൈൻ ചെയ്യുന്ന മാതിരി അല്ല ഇതിനകത്തൊരു ഡിസൈൻ പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ആ ഡിസൈൻ പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? ഷാഫ്റ്റ് ഉണ്ട്, ഫ്ലേഞ്ച് ഉണ്ട്, ഹബ് ഉണ്ട്, ബോൾട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡയമെൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൻ്റെ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം അതേപോലെ ചെയ്താൽ. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് നോക്കി എന്താണ്? ഡിസൈൻ ഓഫ്
വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ് ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്. നമ്മൾ ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എന്താ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്? ടോർക്ക് ട്രാൻസ്മിറ്റഡ്. ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. എവിടെ കിടക്കുന്നത് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എവിടെ കിടക്കുന്നത്? ഓൾറെഡി നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ഡിസൈൻ ഓഫ് ഷാഫ്റ്റിനകത്തൊക്കെ പഠിച്ചായിരുന്നു അല്ലേ? എവിടെ കിടക്കുന്നത്? ഒന്ന് എടുത്ത് നോക്കിയേ, എല്ലാവരും എടുത്ത് നോക്കിയേ. പേജ് നമ്പർ 50-ക്കകത്ത് 3.3 ഈ ഒരു ഇക്വേഷൻ കണ്ടോ? 9.55 × 10⁶ P / N. എന്താണെന്ന് വെച്ചാൽ RPM ആണ്. P എന്ന് വെച്ച് കഴിഞ്ഞാൽ പവറാണ്. ഈ ഇക്വേഷൻ കണ്ടോ? ഈ ഇക്വേഷൻ കണ്ടോ? ഈ ഇക്വേഷൻ കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലത്തിൽ വന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ടോർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോർക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരും? എന്ത് തരും ക്വസ്റ്റ്യനകത്ത്? എന്ത് തരും ക്വസ്റ്റ്യനകത്ത്? ടോയ്സ് തരും. ടോയ്സ് തന്നു കഴിഞ്ഞാൽ ടോർക്കും അറിയാമെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്. ടോർക്ക് നമുക്ക് എവിടുന്ന് കിട്ടും? ഇവിടുന്ന് കിട്ടും. അപ്പോൾ ടോയ്സ് നമുക്ക് ക്വസ്റ്റ്യന് തരും. ടോർക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടോർക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കിയേ. പേജ് നമ്പർ 50 നിങ്ങൾ ആ പേജ് നമ്പറിൽ തന്നെ കിടപ്പുണ്ട്. പേജ് നമ്പർ 50-ൽ തന്നെ 3.1 ടോയ്സ് = 16T / πdq എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടോ? ഇതൊന്ന് നോക്കി വെച്ചാൽ മതി. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേനും തറവായിക്കോളൂ. ജസ്റ്റ് നോക്കി വെക്ക്. അപ്പോൾ ടോർക്ക് കിട്ടി, പിന്നെ ടോർക്ക് ഇവിടുന്ന് കിട്ടി, പിന്നെ എന്തറിയാം? എന്തോ അറിയാവുന്നേ? ടോയ്സ് അറിയത്തില്ലേ? ടോയ്സ് എന്ന് വെച്ചാൽ എന്താണ്? ടോയ്സ് എന്താ? അപ്പോൾ ഷിയർ സ്ട്രെസ് ഓഫ് ഷാഫ്റ്റ് ക്വസ്റ്റ്യൻ തരും. ടോർക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടി, പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ആ ഡയമീറ്ററിനെ എന്ത് ചെയ്യണം? ഹലോ, സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡൈസ്. അപ്പോൾ ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് തീർന്നു. ഇത്രയേ ഉള്ളൂ ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ടോർക്ക് കണ്ടുപിടിക്കുക. എന്നിട്ട് ടോർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങോട്ട് ഇട്ട് കൊടുക്കുക? ഇങ്ങോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് തീർന്നു. ഇനി രണ്ടാമത്തെ ആണ് സെക്കൻഡ് വൺ, ഡിസൈൻ ഓഫ് ഹബ്ബ്. ഇപ്പോൾ ഷാഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് വെളിയിരിക്കുന്നത് എന്താണ്? ഹബ്ബാണ്. അപ്പോൾ ഹബ്ബ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹബ്ബിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോഴത്തേന് പേജ് നമ്പർ 252 എടുത്തേ. 252 എടുത്തേ. അതിനകത്ത് 252 എടുത്തോ. ഉണ്ട്. അതിനകത്ത് ആദ്യം കിടക്കുന്ന ഇക്വേഷൻ എന്തുവാ? ഡയമീറ്റർ ഓഫ് ഹബ്ബ് ഡയമീറ്റർ എന്താ കൊടുക്കുന്നത്? D1 = ഹബ്ബ് ഡയമീറ്റർ എന്താ കിട്ടിയിരിക്കുന്നത്? D1 = 1.5D + 25 mm. D നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ D1 കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്തുകൊണ്ട്? ഹബ്ബ് ലെങ്ത് വേണം. ഹബ്ബ് ലെങ്തിൻ്റെ ഇക്വേഷൻ തൊട്ട് താഴോട്ട് നോക്കിയേ. എവിടെയെങ്കിലും കിടപ്പുണ്ടോ നോക്കി. അതിന് താഴോട്ട് നോക്കി. ഹബ്ബ് ലെങ്തിൻ്റെ ഇക്വേഷൻ എവിടെയും കിടപ്പുണ്ടോ നോക്കി. ഹബ്ബ് ഡയമീറ്റർ കിട്ടി. ഹബ്ബ് ലെങ്തിൻ്റെ ഇക്വേഷൻ എവിടെ കിടക്കുന്നത്? അപ്പോൾ ഹബ്ബ് ലെങ്തും കിട്ടി. ഹബ്ബിൻ്റെ അതെ ആ ഇക്വേഷൻ 1.2D + 20, അതായത് 252-നകത്ത് 1.31G എന്ന് പറഞ്ഞ ഇക്വേഷൻ. അപ്പം നമുക്ക് ഷാഫ്റ്റിൻ്റെ ഡിസൈൻ തീർന്നു,
ഹബിൻ്റെ ഡിസൈനും തീർന്നു. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, സിമ്പിളാന്ന് പറഞ്ഞതാ. അപ്പോൾ ഷാഫ്റ്റിൻ ഡിസൈൻ ഒന്നുമില്ല, അത് ആ ടോർക്ക് കണ്ടുപിടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക. ഹബിൻ ഡിസൈൻ എന്താണ്, ആ ഡയമീറ്റർ എടുത്തിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി, ഹബിൻ്റെ ഡിസൈൻ തീർന്നു. അടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് കീയുടെ ഡിസൈനാണ്. കീ എങ്ങനെ ഡിസൈൻ ചെയ്യണം. അപ്പം നമുക്ക് നോക്കുക, നമുക്ക് സിഗ്മ നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ട്, ഷിയർ സ്ട്രെസ് ഉണ്ട്, ടോ എസ് ഉണ്ട്, ടോ 1 ഉണ്ട്, ടോ ബി ഉണ്ട്, ടോ സി ഉണ്ട്. ഇതെന്താ ടോ എസ് എന്താ, ടോ എസ് എന്താ, ടോ എസ് എന്താ, എന്താ ടോ എസ്, ടോ 1 എന്താ, ടോ 1 എന്താ കീ അല്ലേ, ടോ ബി എന്താ, ടോ ബി ബോൾട്ട്, ടോ സി എന്താ ഫ്ലേഞ്ച്. അതുപോലെ സിഗ്മ ബിയും പഠിച്ചു, സിഗ്മ ബി 1 പഠിച്ചു അല്ലേ, സിഗ്മ ബിയും പഠിച്ചു. സിഗ്മ ബി എന്താ, സിഗ്മ ബി എന്താണ്, ബോൾട്ട്. സിഗ്മ ബി 1 എന്താണ്, കീ. അപ്പോൾ ഇതിനകത്ത് കീയുടെ 2 എണ്ണം ഏതൊക്കെയാണ്, കീയുടെ 2 സ്ട്രെസ്സസ് ഏതൊക്കെയാണ്, ഒന്ന് ഏതാ, കീയുടെ ഏതാ, ഇതും ഇതും. ഓക്കെ, കീയുടെ 2 സ്ട്രെസ്സസ് എന്തൊക്കെയാ, കീയുടെ 2 സ്ട്രെസ്സസ് എന്തൊക്കെയാ, കീയോട് റിലേറ്റ് ചെയ്ത 2 സ്ട്രെസ്സസ് എന്തൊക്കെയാ, ടോ 1 ഉണ്ട്, പിന്നെ എന്തുണ്ട്, ടോ 1 ഉണ്ട്, പിന്നെ സിഗ്മ ബി 1 അല്ലേ, അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരും എന്താണ്, സിഗ്മ ബി 1 ഈസിക്കൽ ടു 2 ടൈംസ് ടോസ് 1 എന്ന് തരും. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെടുക്കണം, അങ്ങനെ അസ്യൂം ചെയ്യണം. എന്താണ്, ക്രഷിംഗ് സ്ട്രെസ് ഓഫ് ഷിയർ, ക്രഷിംഗ് സ്ട്രെസ് ഓഫ് കീ ഈസിക്കൽ ടു 2 ടൈംസ് ഓഫ് ഷിയർ സ്ട്രെങ്ത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അതോ ഒന്നുകിൽ ക്വസ്റ്റ്യനകത്ത് തരും, ക്വസ്റ്റ്യനകത്ത് തന്നില്ലെന്ന് എങ്ങനെ എടുക്കണം, സിഗ്മ ബി 1 ഈക്വൽ ടു 2 ടോ 1 നമ്മൾ അസ്യൂം ചെയ്യണം. അങ്ങനെ അസ്യൂം ചെയ്യുക. ഇഫ് ക്രഷിംഗ് സ്ട്രെസ് ഓഫ് കീ ഈസ് ട്വൈസ് ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ കീ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കീ എടുക്കണം, എന്ത് കീ എടുക്കണം, എന്ത് കീ എടുക്കണം, സ്ക്വയർ കീ. സ്ക്വയർ കീ എടുക്കാനുള്ള കണ്ടീഷൻ എന്തുവാ, ക്രഷിംഗ് സ്ട്രെങ്ത് 2 ടൈംസ് ഓഫ് ഷിയർ സ്ട്രെങ്ത് ആയിരിക്കണം. ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്, സിഗ്മ ബി 1. ഷിയർ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്, ഷിയർ സ്ട്രെങ്ത് ഓഫ് കീ ടോ 1 ആണ്. അപ്പോൾ സിഗ്മ ബി 1 ഈക്വൽ ടു 2 ടൈംസ് ടോ 1 ആണെങ്കിൽ നമുക്ക് ഏത് കീ എടുക്കാം, ഏത് കീ എടുക്കാം, സ്ക്വയർ കീ എടുക്കാം. അഥവാ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ക്രഷിംഗ് സ്ട്രെങ്ത് 2 ടൈംസ് ഓഫ് ഷിയർ സ്ട്രെങ്ത് തന്നിട്ടില്ലെങ്കിലും നമ്മൾ എന്തു അസ്യൂം ചെയ്യുന്നത്, അസ്യൂം ദാറ്റ് ക്രഷിംഗ് സ്ട്രെങ്ത് ഈസ് 2 ടൈംസ് ഷിയർ സ്ട്രെങ്ത് അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് കീ തന്നെ എടുക്കത്തുള്ളൂ, സ്ക്വയർ കീ തന്നെ എടുക്കത്തുള്ളൂ. വേറെ ഒരു കീ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഡിസൈന് വേണ്ടിയിട്ട് ഏത് കീ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ഡിസൈന് വേണ്ടി ഏത് കീ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, സ്ക്വയർ കീ മാത്രമേ. അപ്പം സ്ക്വയർ കീ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ക്വയർ കീ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡുണ്ട്, ഒരു ടേബിളുണ്ട്. ആ ടേബിൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഈ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇത് ആവശ്യം വരുന്നത്. സ്ക്വയർ കീ കണ്ടുപിടിക്കാനുള്ള ടേബിൾ പേജ് നമ്പർ 70 എടുത്ത്, പേജ് നമ്പർ 69 എടുത്ത്, പേജ് നമ്പർ 69, പേജ് നമ്പർ 69 എടുത്തേ. കണ്ടോ, അതിനകത്ത് എന്താ കൊടുത്തേക്കുന്നത്, പേജ് നമ്പർ 69 പേജ് നമ്പർ 16 എന്താ കൊടുത്തേക്കുന്നത്, ഡയമെൻഷൻ. അപ്പൊ ഈ പേജിൽ നിന്നാണ് കീയുടെ ഡയമെൻഷൻ എടുക്കുന്നതെന്ന് മാത്രം ഓർത്ത് വെക്കുക. എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഈ 69 ഡയമെൻഷൻ നമുക്ക് പാരലൽ കീസ് ആൻഡ് കീവേഴ്സ് എന്ന് പറഞ്ഞ ആ പേജിനകത്തു നിന്നാണ് കീയുടെ ഡയമെൻഷൻ എടുക്കുന്നതെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. എങ്ങനെയാണ് അത് എടുക്കുന്നതെന്നുള്ളത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പം പറഞ്ഞുതരാം.
ഓക്കെ, എങ്ങനെ എടുക്കേണ്ട പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കീയുടെ ഡിസൈന് തീർന്നു. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കീയുടെ നമ്മളൊരു വാല്യൂ സെലക്ട് ചെയ്യുകയല്ലോ ചെയ്തത്, കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് കിട്ടുവാണോ ചെയ്തത്? കീയുടെ ഡയമെൻഷൻ നമ്മൾക്ക് ഡിസൈൻ ചെയ്ത ആൻസർ കിട്ടുവാണോ ചെയ്തത്? നമ്മൾ ഇഷ്ടമുള്ളൊരു നമ്മൾ ഒരു വാല്യൂ സെലക്ട് ചെയ്തല്ലോ ചെയ്തത്, ആണോ? ഈ ടേബിളിനകത്തുനിന്ന് ആണോ? അല്ലേ? സെലക്ട് ചെയ്യുകയല്ലോ ചെയ്തേ. അപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് കീയുടെ നമ്മൾ സെലക്ട് ചെയ്ത കീ സൂട്ടബിൾ ആണോ അല്ലയോ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്ത കീ സൂട്ടബിൾ ആണോ അല്ലയോ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പോൾ കീക്ക് എന്തൊക്കെ സ്ട്രെസ് ഉണ്ട്? 2 സ്ട്രെസ് ഉണ്ട്. എന്തൊക്കെയാണ്? ടോ1 ഉണ്ട്, പിന്നെ സിഗ്മ B1 ഉണ്ട്. ടോ1 ഉണ്ട്, സിഗ്മ B1. ഈ ടോ1 ക്വസ്റ്റ്യന് തരും, സിഗ്മ B1 ക്വസ്റ്റ്യന് തരും. അപ്പം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളെടുത്ത കീയുടെ വാല്യൂ ഇതിനെക്കാട്ടിലും കുറവാണോ എന്നാണ്, അല്ലെങ്കിൽ കൂടുതലാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കിയേ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ പേജ് നമ്പർ 62 എടുത്തേ. പേജ് നമ്പർ 62 എടുത്ത് കീ വേസിൻ്റെ ഇക്വേഷൻ എടുത്ത്. കീ വേസ് പേജ് നമ്പർ 62. പേജ് നമ്പർ 6 എൻ്റെ കൂടെ പേജ് നമ്പർ എടുത്തെടുത്ത് പോകണേ. പേജ് നമ്പർ 62 62ാമത്തെ പേജിലാണ്. 62ാമത്തെ പേജിലാണ്. പേജ് നമ്പർ 62-നകത്ത് 4.5a എന്നൊരു ഇക്വേഷൻ കണ്ടിട്ട് 4.5a, അതായത് സ്ട്രെങ്ത് ഇൻ ഷിയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിടക്കുന്നത്. അപ്പോൾ സ്ട്രെങ്ത് ഇൻ ഷിയർ ടോ1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് T എന്ത്? T നോക്കിയേ എന്തുവാ ഇക്വേഷൻ പറയുന്നത്? 4.5a ഇക്വേഷൻ എന്താ പറയുന്നത്? T ടോർക്ക് എന്തുവാ ഇക്വേഷൻ നോക്കിയിട്ട് പറഞ്ഞേ. 1/2 ടോ1 BDL. ഓക്കെ, അവിടുത്തെ മൈനസ് അല്ല കേട്ടോ, മൈനസ് അല്ല, ഈക്വൽ ടു ആ. മൈനസ് അല്ല കേട്ടോ, ഈക്വൽ ടു ആ. ഓക്കെ, അപ്പോൾ ടോർക്ക്, അതിനകത്ത് ടോർക്ക് എന്തുവാ? അവിടുത്തെ ക്യാപിറ്റൽ ഡി ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് സ്മോൾ ഡി. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന കീ എന്ന് പറയുന്ന ഇതാ. കീയുടെ ചാപ്റ്ററിനകത്ത് സ്മോൾ ഡി എന്താന്ന് നോക്കി. പേജ് നമ്പർ ആ ഒരു 61ാമത്തെ പേജിനകത്ത് സ്മോൾ ഡി എന്താന്ന് നോക്കി. കീയുടെ ചാപ്റ്ററിനകത്ത് സ്മോൾ ഡി എന്താ കൊടുത്തേക്കുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന പേജ് നമ്പർ 62 അല്ലേ? 61ാമത്തെ പേജ് എടുത്താൽ അതിൻ്റെ നൊട്ടേഷൻസ് ഉണ്ട്. സ്മോൾ ഡി എന്താ അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്? അപ്പോൾ അത് ഓക്കെ ആണല്ലോ. അവിടെ ക്യാപിറ്റൽ ഡി നമുക്ക് എഴുതാമല്ലോ. എഴുതാമോ? എഴുതാം. അപ്പോൾ ക്യാപിറ്റൽ ഡി നമുക്കറിയാം. ടി അറിയാവോ? ക്യാപിറ്റൽ ഡി നമുക്കറിയാം. ടി അറിയാവോ? ടോർക്ക് അറിയാവോ? ടോർക്ക് കണ്ടുപിടിച്ചില്ലേ? ആണോ? കണ്ടുപിടിച്ചോ? ടോർക്ക് കണ്ടുപിടിച്ചോ? ഈ ബി എന്തുവാണ്? ബിയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടിയില്ലേ? ബിയുടെ ഡയമെൻഷൻ നമ്മൾ സെലക്ട് ചെയ്തല്ലോ. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ കീയുടെ ഡയമെൻഷനാണ്. ബിയുടെ ഡയമെൻഷൻ നമ്മൾ സെലക്ട് ചെയ്യല്ലോ, ടേബിളിനകത്ത് സെലക്ട് ചെയ്യും. അപ്പോൾ ബിയും അറിയാം. ഈ എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹബിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഹബിൻ്റെ ലെങ്ത് എന്തുവാ? അപ്പോൾ ക്യാപിറ്റലിനോട് ഈക്വലാണ് ഈ കീയുടെ ലെങ്തും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹബിൻ്റെ ലെങ്തും അറിയാം, ബി എല്ലാം ഇട്ട് കൊടുക്കുക. നമുക്ക് അവിടെ നിന്ന് എന്തോ കിട്ടും? ടോ1 കിട്ടും. നമ്മൾ ചെക്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ കിട്ടിയ ടോ1 എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്ന ടോ1-നെക്കാട്ടിലും ഇത് നമുക്ക് കിട്ടിയ ടോൺ, ഇത് ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്ന ടോൺ. അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടിയ ടോൺ ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്ന ടോണിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ നമ്മുടെ കീ സേഫാണ്. മനസ്സിലായില്ലേ?
നമുക്ക് അവിടെ കിട്ടിയ ടോ1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നേക്ക് ടോ1നെക്കാട്ടിലും ചെറുതാണെങ്കിൽ നമ്മുടെ കീ എന്താണ്? സേഫ് ആണ്. അപ്പം നമ്മൾ ടോ1 ചെക്ക് ചെയ്ത് ഇനി നമുക്ക് എന്തുവാ ചെക്ക് ചെയ്യാനുള്ളത്? ടോ1 ചെക്ക് ഇനി അടുത്ത് എന്തുവാ ചെക്ക് ചെയ്യാനുള്ളത്? സിഗ്മ B1. സിഗ്മ B1 ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്മ B1 ഉള്ള ഇക്വേഷൻ ഒന്ന് നോക്കിയേ. സിഗ്മ B1 എന്ന് വെച്ചാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? ഏതാടാ? ആറാമത്തെ പോയിന്റോ? എങ്ങനെയാണ് സ്ക്വയർ കീ എടുക്കുന്നതിനകത്തുള്ളയോ? പിന്നെ എവിടെ സ്റ്റക്കായെന്ന് പറഞ്ഞു? അഞ്ചാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ക്വയർ കീ എടുക്കുന്നത് വരെ. അത് മനസ്സിലായോ? ഓ, സ്ക്വയർ കീ എടുത്ത് ഇനി നമ്മൾ സ്ക്വയർ കീ എടുത്ത സ്ക്വയർ കീ സേഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? നമ്മൾ എടുത്ത സ്ക്വയർ കീ സേഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ എടുത്ത സ്ക്വയർ കീയുടെ 2 വാല്യൂസ് കണ്ടുപിടിക്കണം. എന്തൊക്കെ? ടോ1ഉം സിഗ്മ B1 കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ 2 വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന ടോ1ഉം തന്നിരിക്കുന്ന സിഗ്മ B1നെക്കാട്ടിലും തന്നിരിക്കുന്ന സിഗ്മ B1നെക്കാട്ടിലും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം ചെറുതാണെങ്കിൽ എന്താണ്? സേഫാണ്. അപ്പം നമുക്ക് നമ്മൾ എടുത്ത കീയുടെ ടോ1ഉം എടുത്ത കീയുടെ സിഗ്മ B1 കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എടുത്ത കീയുടെ ടോ1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്? ഉണ്ടോ ഇതിനകത്ത്? ഈ ഇക്വേഷൻ വെക്കുക. അപ്പോൾ ഇതിനകത്ത് ടി അറിയാം, ടോ1 നമ്മൾ കണ്ടുപിടിക്കുന്നത്. എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ഹബ്ബ് തന്നെ എടുക്കുന്നു. ബി എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു, ടേബിളിനകത്തുനിന്ന് ബി നമുക്ക് കണ്ടുപിടിച്ചു. പിന്നെ ഡി എന്ന് വെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ ഡി എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തോ കിട്ടും? ഈ ടോ1 കിട്ടും. അവിടുന്ന് കിട്ടിയ ടോ1 നമുക്ക് തന്നിരിക്കുന്ന ടോ1നെക്കാട്ടിലും ചെറുതാണെങ്കിൽ നമ്മുടെ ഷാഫ്റ്റ് നമ്മുടെ കീ സേഫാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ടോ1ൻ്റെ പോലെ തന്നെ എന്ത് കണ്ടുപിടിക്കണം? ഓക്കെ, സിഗ്മ B1 കണ്ടുപിടിക്കണം. അപ്പോൾ സിഗ്മ B1 കണ്ടുപിടിക്കുന്നത് ഒരു ഫോർമുല എന്ന് പറയുമ്പോഴത്തേന് ഏതാ? സിഗ്മ ബി ബോൾട്ടിന്റെ അല്ലേ? നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് എന്തിൻ്റെയാ? ഓക്കെ, കീയുടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സിഗ്മ B1 ഉള്ള ഇക്വേഷൻ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കിയേ. സിഗ്മ B1 ഉള്ള ഇക്വേഷൻ എവിടെയാണ് കിടക്കുന്നത്? അതിനകത്ത് നോക്കിയേ, പേജ് നമ്പർ 62-നകത്ത് 4.4b എന്ന് ഒരു ഇക്വേഷൻ നോക്കിയേ. നമുക്ക് ഡേറ്റാ ബുക്കിനകത്ത് കൊടുത്തേക്കുന്നത് ഒരു മൈനസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ മൈനസ് ഞാൻ നോക്കിയിട്ട് വേറെ ടെസ്റ്റിനകത്ത് നോക്കിയിട്ട് ഈ മൈനസ് ഇല്ല, ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേറൊരു ഇക്വേഷനാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഡേറ്റാ ബുക്കിനകത്ത് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. നിങ്ങളത് ഓർത്ത് വെക്കണം. ടോർക്ക് എന്ന് പറയുമ്പോൾ T = 1/4 ഇൻറ്റു സിഗ്മ B1 L ഇൻറ്റു H ഇൻറ്റു D എന്ന് പറഞ്ഞ ഇക്വേഷൻ അത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ടോർക്ക് = 1/4 ഇൻറ്റു സിഗ്മ B1 L എന്ന് വെച്ചാൽ എന്താണ്? ഹബിൻ്റെ ലെങ്ത് തന്നെ L. H എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഡയമെൻഷനാണ്, കീ ഡയമെൻഷനാണ്. D എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? ഏതാ? ക്യാപിറ്റൽ D തന്നെ എടുക്കണ്ടേ കേട്ടോ. ആ അവിടെ ഓക്കെ. അപ്പോൾ നമുക്ക് അവിടുന്ന് എന്തോ കിട്ടും? സിഗ്മ B1 കിട്ടും. ആ സിഗ്മ B1 നമുക്ക് തന്നിരിക്കുന്ന B1നെക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ കീ സേഫാണ്. അപ്പോൾ കീ സേഫാന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കീയുടെ ടോ1 സിഗ്മ B1 നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ മാത്രമേ നമ്മുടെ കീ സേഫാണെന്ന് നമുക്ക്
പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കീ ഡിസൈൻ ചെയ്ത് ഇനി അടുത്ത ഡിസൈൻ വെച്ചാൽ ബോൾട്ട്. കീ ഡിസൈൻ അടുത്ത എന്താണ്? ബോൾട്ട് ഡിസൈൻ ചെയ്യണം. എത്ര ബോൾട്ട് ഉണ്ടെന്നുള്ളത് പേജ് നമ്പർ 251 എടുത്തേ. പേജ് നമ്പർ 251 എടുത്തേ. പേജ് നമ്പർ 251 എടുത്തേ. പേജ് നമ്പർ 251 എടുത്തേ. എടുത്തോ? 251 എടുത്തോ? നമ്പർ ഓഫ് ബോൾട്ടിൻ്റെ ഇക്വേഷൻ അവിടെ കിടപ്പുന്നുണ്ടോ? നമ്പർ ഓഫ് ബോൾട്ട് I = 3D / 80 + 32 കണ്ടോ? ആ സെക്ഷൻ എടുക്കുന്ന രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, 2 കൊടുത്തിട്ടുണ്ട്, 1/40D + 2 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്നില്ല. അതിനുശേഷം സെക്കൻഡ് പാർട്ട് വരുന്ന ഇക്വേഷൻ ഏതാ? 3D / 80 + 32. ആ പാർട്ടിനാണ് ആ പോർഷൻ നമ്മൾ എടുക്കും. ഇപ്പോൾ നമ്പർ ഓഫ് ബോൾട്ടിൻ്റെ ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടി? അപ്പോൾ എത്ര ബോൾട്ട് വേണമെന്നുള്ളതാണ് I നമുക്ക് കിട്ടി. സംശയമുണ്ടോ അതിനകത്ത്? സംശയമുണ്ടോ? ഏതാ? +2 ആണ്. 3D / 80 + 2. ഒരു മിനിറ്റ്, +2 അല്ലേ? ഓക്കെ, +2 ആണ് കേട്ടോ. എനിക്ക് തെറ്റിപ്പോയതാ. +2 ആ. ഓക്കെ, ഇനി അപ്പോൾ ഡിസൈൻ ഓഫ് ബോൾട്ടും കഴിഞ്ഞു. ഇനി ബോൾട്ടിൻ നമ്പർ ഓഫ് ബോൾട്ട് കഴിഞ്ഞു. ഇനി ബോൾട്ടിൻ ഡയമീറ്റർ ആണ്. ബോൾട്ടിൻ ഡയമീറ്റർ കാണാൻ വേണ്ടി തൊട്ടടുത്ത് ഇക്വേഷൻ കിടപ്പുണ്ട്. നോക്കിയേ, തൊട്ടടുത്ത ഇക്വേഷൻ എന്തുവാ? 0.423 / I + 7.5. അപ്പം നമുക്കിപ്പോൾ എന്തൊക്കെ ഷാഫ്റ്റിൻ്റെ ഡിസൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ഹബിന് ഡിസൈൻ ചെയ്തു. അതിനുശേഷം കീയുടെ ഡിസൈൻ ചെയ്തിട്ട് കീ ചെക്ക് ചെയ്ത് നോക്കി. കീ എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നത്? ടോ1ഉം σB1ഉം നമുക്ക് തന്നിരിക്കുന്ന ടോ1ഉം σB1നെക്കാട്ടിലും ചെറുതാണോ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുവാണെങ്കിൽ കീ സേഫ് ആണ്. പിന്നെ നമ്പർ ഓഫ് ബോൾട്ടിൻ്റെ ഡിസൈൻ, നമ്പർ ഓഫ് ബോൾട്ട്, എത്ര ബോൾട്ട് ആണോ കണ്ടുപിടിച്ചു. ബോൾട്ടിൻ്റെ ഡയമീറ്ററും കണ്ടുപിടിച്ചു. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്താ ഫ്ലേഞ്ച് ഡിസൈൻ ചെയ്യണം. ഫ്ലേഞ്ചിൻ്റെ നോക്കിയേ, പേജ് നമ്പർ 252 നോക്കിയേ. ഫ്ലേഞ്ചിൻ്റെ ഡയമീറ്റർ എന്തുവാ? D1, D2, D3. ഏതാ ഫ്ലേഞ്ചിൻ്റെ ഡയമീറ്റർ? ഫ്ലേഞ്ചിൻ്റെ ഡയമീറ്റർ എന്തുവാ? D3. D3യുടെ വാല്യൂ എന്താ കൊടുത്തേക്കുന്നത് അവിടെ? പേജ് നമ്പർ 250 252 എന്താ കൊടുത്തേക്കുന്നത്? D3യുടെ വാല്യൂ എന്താ കൊടുത്തേക്കുന്നത്? D1 + 60. സാറവിടെ പിന്നെ D2 അടിച്ചിട്ട് കൊടുത്തേക്കോ. മിസ്റ്റേക്ക് അത്. 2 D2 ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ഫ്ലേഞ്ച്. അത് മിസ്റ്റേക്കാടാ. ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ഫ്ലേഞ്ച് എന്ന് പറയുമ്പോൾ D3 അല്ലേ? ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ഫ്ലേഞ്ച് D3 ആ. ഡേറ്റാ ബുക്കിനകത്ത് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ D3 നമുക്ക് കിട്ടി. പിന്നെ ഫ്ലേഞ്ചിൻ്റെ ഡയമീറ്റർ കിട്ടി. ഇനി എന്താണ് വേണ്ടത്? ഫ്ലേഞ്ചിൻ്റെ തിക്നെസ് വേണം. അപ്പോൾ ഫ്ലേഞ്ചിൻ്റെ തിക്നെസ് തൊട്ട് താഴെ കിടപ്പുണ്ട്. നോക്കിക്കേ, തൊട്ട് താഴെ കിടപ്പുണ്ട്. നോക്കിക്കേ, കണ്ടോ? ഫ്ലേഞ്ചിൻ്റെ തിക്നെസ് എന്തുവാ? എന്ത് ഫ്ലേഞ്ചിൻ്റെ തിക്നെസ് കണ്ടോ? ഇക്വേഷൻ കണ്ടോ? 435D + 9 mm. ഓക്കെ, അപ്പം നമുക്ക് ഫ്ലേഞ്ചിൻ്റെ രണ്ട് സ്ട്രെസ്സസ് എന്തൊക്കെയാണ്? ടോസി അല്ലേ? ടോസി മാത്രമല്ലേ ഉള്ളൂ ഫ്ലേഞ്ചിൻ്റെ സ്ട്രെസ്സ്. TOS പഠിച്ചു, TO1 പഠിച്ചു, TOB പഠിച്ചു, TOS പഠിച്ചു അല്ലേ? TOS എന്ന് പറയുന്നത് TOS അല്ല, TOC പഠിച്ചു. TOC അല്ലേ ഫ്ലേഞ്ചിൻ്റെ? അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം. ഫ്ലേഞ്ച് സെലക്ട് ചെയ്ത ഫ്ലേഞ്ച് ഓക്കെ ആണോ നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കി താഴോട്ട് നോക്കുമ്പോൾ ടോർക്ക് കപ്പാസിറ്റി ഓഫ് ഷിയർ ഓൺ ഫ്ലേഞ്ച് എത്ര കൊടുത്തേക്കുന്നത്? ടോർക്ക് കപ്പാസിറ്റി ഓഫ് ഷിയർ ഓൺ ഫ്ലേഞ്ച് എത്ര കൊടുത്തേക്കുന്നത്? ടോർക്ക് ടോ = ടോസി പൈ
d1 എന്താണ് ടോ സി പൈ d1 ഇൻറ്റു ടി ഡിവൈഡ് ബൈ 2 അല്ലേ. ഇതിനകത്ത് ടി അറിയാം അല്ലേ, പൈ നമുക്കറിയാം, d1 നമുക്കറിയാം. d1 നമുക്ക് എങ്ങനെ അറിയാം, d1 ഹബ് ഡയമീറ്റർ കണ്ടുപിടിച്ചു. ടി നമ്മുടെ നിന്ന് കിട്ടി, ടി ഇവിടുന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, കിട്ടുന്നേ ടോസി കിട്ടും. ഈ തന്നിരിക്കുന്ന ഈ കിട്ടിയ ടോസി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടോസിയെക്കാട്ടിലും ചെറുതാണെങ്കിൽ മാത്രമേ നമ്മൾ എടുത്ത ഫ്ലാഞ്ച് സേഫ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഡിസൈൻ പോരാന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഫ്ലേഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് ശേഷം ഫ്ലേഞ്ച് നമ്മൾ സേഫ് ആണ് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡയമെൻഷനിലുള്ള ഫ്ലേഞ്ചിനുണ്ടാകുന്ന ഷിയർ സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ ഷിയർ സ്ട്രെസ് തന്നിരിക്കുന്ന ഷിയർ സ്ട്രെസ്സിനെക്കാട്ടിലും ഫ്ലേഞ്ചിൻ്റെ ഷിയർ സ്ട്രെസ്സിനെക്കാട്ടിലും കുറവാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ ഫ്ലേഞ്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇത്ര ഷിയർ സ്ട്രെസ്സേ വരുത്തുള്ളൂ, നമുക്ക് അതുകൊണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ? ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ബോൾട്ട് പറഞ്ഞോ. അതുപോലെ നമ്മൾ ഒരു കാര്യം മറന്നുപോയി, ബോൾട്ടിൻ്റെ ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ. ബോൾട്ടിൻ്റെ നമ്മൾ ചെക്ക് ചെയ്തില്ല കേട്ടോ. ബോൾട്ടിൻ്റെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ബോൾട്ടിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചു. അവിടെ കിടപ്പുണ്ട്, നോക്കി 13.2C 13.2D നോക്കി. അതെന്തുവാ? ബോൾട്ടിൻ്റെ രണ്ട് സ്ട്രെസ് എന്തൊക്കെയാ? ടോ ബിയും പിന്നെന്തുവാ? സിഗ്മ B1. അപ്പോൾ ഈ രണ്ട് സ്ട്രെസ്സസ് കണ്ടുപിടിച്ചിട്ട് ഈ രണ്ട് സ്ട്രെസ് തന്നിരിക്കുന്ന സ്ട്രെസ്സിനെക്കാട്ടിലും കുറവാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ടോ ബി ഉള്ള ഇക്വേഷൻ ഏതാ? ബോൾട്ടിൻ്റെ കേസിൽ നോക്കി അവിടെ കൊടുത്തിട്ടുണ്ട്, ടോർക്ക് കപ്പാസിറ്റി ബേസ്ഡ് ഓൺ ഷിയർ ഓഫ് ബോൾട്ട്. എത്ര കൊടുത്തേക്കുന്നത്? ടോർക്ക് കപ്പാസിറ്റി ഷിയർ സ്ട്രെസ് ഇൻ ബോൾട്ട് ഡ്യൂറിങ് അല്ലേ 13.C. ബോൾട്ടിലെ ഷിയർ എത്ര കൊടുത്തേക്കുന്നത്? ബോൾട്ടിലെ ഷിയർ ഈ ക്യാപിറ്റൽ ഡി എന്ന് വെച്ചാൽ എന്താണ്? ഈ ക്യാപിറ്റൽ D2 എന്താണ്? D2 നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. D2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? D2 എന്തായിരുന്നു നമ്മൾ കാണിച്ചത്? ബോൾട്ട് സർക്കിൻ്റെ D2 തൊട്ട് മുകളിൽ കിടപ്പുണ്ട് നോക്കി. D2 എന്താണ്? D1 പ്ലസ് 3.1 ഇൻറ്റു ഡി എന്ന ഇക്വേഷൻ അത് D2 കിട്ടും അല്ലേ. അപ്പോൾ ഡി നമുക്ക് ബോൾട്ടിൻ്റെ ആണ്, പിന്നെ ഐ നമുക്ക് നമ്പർ ഓഫ് ബോൾട്ട് അറിയാം, ടി നമുക്കറിയാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും? ടോബി കിട്ടും. ആ ടോബി നമുക്ക് തന്നിരിക്കുന്ന ടോബിയെക്കാട്ടിലും കുറവാണോ ചെക്ക് ചെയ്യുക. കുറവാണെങ്കിൽ നമ്മുടെ ബോൾട്ട് സേഫ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്തും കണ്ടുപിടിക്കണം. ഇതാണ് സിഗ്മ. എന്താണ് സിഗ്മ? എന്താണ്? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ എവിടെ കിടക്കുന്നത്? ടോർക്ക് കപ്പാസിറ്റി ബേസ്ഡ് ഓൺ എന്താ എവിടെ കിടക്കുന്നത്? ടോർക്ക് കപ്പാസിറ്റി ബേസ്ഡ് ഓൺ ബിയറിംഗ് ഓഫ് ബോൾട്ട് ആൻഡ് ഫ്ലേഞ്ച്. സിഗ്മ ബിയുടെ ടേംസ് കിടക്കുന്ന ഇക്വേഷൻ ഏതാ? ബോൾട്ടിൻ്റെ കിടക്കുന്ന ഇക്വേഷൻ ഏതാ? ബോൾട്ടിൻ്റെ T സിഗ്മ ബി ഐ ടി കണ്ടോ. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്നതും നമുക്ക് തന്നിരിക്കുന്നതിനെക്കാട്ടിലും കുറവാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇത്രയാണ്. നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഐഡിയ കിട്ടി കാണത്തുമെന്ന് എനിക്കറിയാം. റഫ് ഐഡിയ കിട്ടിയിട്ടുള്ളൂ. ആ റഫ് ഐഡിയ മതി. ഓക്കെ, റഫ് ഐഡിയ മതി. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഓക്കെ ആകും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഷാഫ്റ്റാണ്. ഷാഫ്റ്റിന് ഡിസൈൻ ചെയ്യുന്നു അല്ലേ. ടോർക്ക് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഷിയറിനകത്തിട്ട് ഷാഫ്റ്റിന് ഡിസൈൻ ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് നമ്മൾ എന്ത് വെച്ച് കണ്ടുപിടിക്കുന്നത്? ടോർക്ക് നമ്മൾ ഷാഫ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഹബിൻ്റെ ഡയമീറ്ററും ലെങ്തും കണ്ടുപിടിക്കുന്നത്. ഹബിൻ്റെ ഡയമീറ്റർ ലെങ്ത് കണ്ടുപിടിച്ച ശേഷം നമ്മൾ കീ ഡിസൈനിലോട്ട് പോകുന്നു. കീ നമ്മൾ ചൂസ് ചെയ്തിട്ട് കീ കറക്റ്റായിട്ട് എന്താ പറയുന്നത്
സേഫ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കീ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബോൾട്ടിന് നോക്കുന്നു അല്ലേ, ബോൾട്ടിൻ്റെ നമ്പർ ഓഫ് ബോൾട്ട് എത്ര ബോൾട്ട് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ബോൾട്ടും ഡിസൈൻ സേഫ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലേ. ബോൾട്ടിൻ്റെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലേഞ്ച് നോക്കുന്നു, ഫ്ലേഞ്ചിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്, ഫ്ലേഞ്ച് നമ്മൾ സേഫ് ആണോ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു റഫ് ഐഡിയ കിട്ടിയാൽ മതി, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെങ്കിൽ നമുക്കൊരു 4 മിനിറ്റ് ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് എടുത്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇട്ടേക്കാം. ഇപ്പൊ തന്നെ ഇടണോ? ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് എല്ലാവരും ഈ ഇക്വേഷൻസ് കൂടി നോക്ക്. അപ്പോഴത്തേക്ക് ഞാൻ വരുന്നു. ആരും ഓൺലൈനിൽ പോകണ്ട, 5 മിനിറ്റ് എല്ലാവരും ഒന്ന് ഗ്യാപ്പ് എടുത്തു. ഇപ്പോൾ വരാം.